എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ കായലൊക്കെ കാണാൻ വരുന്ന വിദേശികളുടെ ആകാംക്ഷ പോലെ തന്നെ കേട്ടോ. നമ്മൾ യൂറോപ്യൻ കൺട്രീസിലോട്ട്, എസ്പെഷ്യലി UK അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുമ്പം ആപ്പിൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഇതുവരെ ആപ്പിളിൻ്റെ മരം കണ്ടില്ല, ആപ്പിൾ പറിച്ചില്ല എന്നൊരു സങ്കടത്തിലിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ സുഹൃത്ത് എന്നാൽ നമുക്ക് ആ ആപ്പിൾ തോട്ടം കാണാൻ പോകാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിട്ട് പോയ ആപ്പിൾ ഫാമിലാണെങ്കിൽ ഒരൊറ്റ ആപ്പിൾ ഉണ്ടായിരുന്നില്ല. അതാണെങ്കിൽ സൺഡേ ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ജസ്റ്റ് മുമ്പോട്ട് പോയത് നോക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ മുമ്പോട്ട് നിന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതേ അടിപൊളി ആപ്പിൾ, മരം നിറച്ചും കാഴ്ച നിൽക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ഇതാണെങ്കിൽ അത്യാവശ്യം കൊള്ളാൻ നല്ല അടിപൊളി ആപ്പിളായിരുന്നു കേട്ടോ. നമുക്ക് സൈഡിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ പറിച്ചെടുക്കാം. അതാണെങ്കിൽ താഴെയൊക്കെ ആപ്പിൾ ഇങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഭയങ്കര ഒരു വിഷമം. കുറേ ആപ്പിൾ ഞങ്ങൾ പറിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ ഇതിൻ്റെ തൊട്ട് താഴെ നിന്ന് ഒരു കുഞ്ഞി ആപ്പിളുകൾ പറിച്ചു കേട്ടോ. അതിന് ഇതിൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആപ്പിൾ വെറൈറ്റികൾ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് ആകെപ്പാടെ പച്ചയാപ്പിൾ, ചുമന്നയാപ്പിൾ, അങ്ങനെ 2 ആപ്പിളുകളെക്കുറിച്ചേ അറിയത്തുള്ളൂ. ഇവർ ലെഡ് ലേഡി, ബ്ലൂ ലേഡി, ഗ്രീൻ ലേഡി, ഇങ്ങനെ ലേഡികളുടെ ലിസ്റ്റുകൾ ചേർത്ത് ആപ്പിളിനെ വിളിക്കുന്നുണ്ട്. അത് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആപ്പിൾ പ്ലഗിങ് അല്ലെങ്കിൽ ആപ്പിൾ പറിക്കാൻ പോയ സ്റ്റോറി. എനിവേ, ഞങ്ങളുടെ അഡിലേഡിൽ ആപ്പിൾ തോട്ടമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ ആപ്പിൾ ആൻഡ് മുന്തിരിങ്ങയുടെയും സ്ട്രോബെറിയുടെ തോട്ടങ്ങളുണ്ട് കേട്ടോ.